നമസ്കാരം. എറണാകുളം മഞ്ഞുമലിൽ പുഴയിൽ വീണ് 2 യുവാക്കൾ മരിച്ചു. അപകടം മഞ്ഞുമൽ കടവിൽ. മൃതദേഹം കണ്ടെടുത്തു. പാലക്കാട് ചെർപ്പുളശ്ശേരിയിലെ ക്വാറികളിൽ റവന്യൂ വകുപ്പിന്റെ റെയ്ഡ്. 5 വാഹനങ്ങൾ പിടികൂടി. മിന്നൽ പരിശോധന നടത്തി സ്പെഷ്യൽ സ്ക്വാഡ്. കണ്ണൂർ പരിയാരത്ത് വയോധികയെ കെട്ടിയിട്ട് മോഷണം. മുഖംമൂടി ധരിച്ചെത്തി 10 പവൻ കവർന്നു. മോഷ്ടാക്കൾ കയറിയത് ജനൽപ്പാളി മുറിച്ച്. പത്തനംതിട്ട കുമ്പഴയിൽ ടയർ ഗോഡൌണിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനം. 40 ലക്ഷം രൂപയുടെ നഷ്ടം. വടക്കൻ കേരളത്തിൽ തെയ്യക്കാവുകൾ ഉണരുന്നു. കാർഷിക സമൃദ്ധിക്കായി വയലിൽ വിത്തെറിഞ്ഞ് തെയ്യം. വിശദമായ വാർത്തകളിലേക്ക്. എറണാകുളം മഞ്ഞുമലിൽ പുഴയിൽ വീണ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുതുവൈപ്പ് സ്വദേശി കെവിൻ ആന്റണി, ചേരാനല്ലൂർ സ്വദേശി മുഹമ്മദ് ആസാദ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി മഞ്ഞുമൽ കടവിലാണ് അപകടമുണ്ടായത്. മൃതദേഹം പുലർച്ചെ കണ്ടെടുത്തു. ഡാനി പോളിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രിയാണ് ഈ അപകടം നടക്കുന്നത്. ഇവിടെ ചേരാനല്ലൂരും അതോടൊപ്പം തന്നെ മഞ്ഞുമൽ ഭാഗവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഇടം. ഇവിടെ ഈ മുട്ടാർ പുഴ, അതിന് ഇരുവശവുമായുള്ളൊരു കടത്ത സർവീസ് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ഭാഗത്ത് മഞ്ഞുമലിൽ നിന്ന് വരുന്ന ഈ ഭാഗം ചെന്ന് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഈ പുഴയിലേക്കാണ്, മുട്ടാർ പുഴയിലേക്കാണ്. ഇവിടെ നിന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം നേരെ പുഴയിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഈ അപകടത്തിൽ 2 പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ കണ്ടെത്തി. പുതുവൈപ്പ് സ്വദേശിയായ കെവിൻ, അതോടൊപ്പം തന്നെ മട്ടാഞ്ചേരി സ്വദേശിയായ മുഹമ്മദ് ആസാദ് എന്നീ 2 പേരാണ് ഇതിൽ മരിച്ചത്. ഇത് സംബന്ധിച്ച് പോലീസടക്കം വിശദമായ ഒരു പരിശോധനകൾ നടത്തിയിരുന്നു. രാവിലെ DCPയുടെ നേതൃത്വത്തിലടക്കമുള്ളൊരു പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലൊരു ദുരൂഹതയുണ്ടോ, സംശയാസ്പദമായ എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. സർ, നിലവിലുള്ളൊരു അനുമാനങ്ങൾ എന്താണ്? നിലവിൽ വേറെ അസ്വാഭാവികതൊന്നും തോന്നുന്നില്ല. അത് പ്രാഥമികമായിട്ട് അങ്ങനെ നിലപാടെടുക്കുന്നില്ല. ഞങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ. ഇപ്പോൾ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ CCTV പരിശോധിച്ചതിൽ രാത്രി ഒരു 10:25 അവരിങ്ങോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുമുമ്പ് കെവിൻ ആന്റണി ഇവിടെ നിന്ന് അങ്ങോട്ട് കടത്ത് കടന്ന് പോയിട്ടുണ്ട്. കൂട്ടുകാരനെ കണ്ട് സംസാരിച്ച് കടത്തുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വരുന്ന നോക്കിയില്ല, ഞാൻ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുന്നതിൽ വേറെ അസ്വാഭാവികത തോന്നുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ഇവിടെ വന്നതിലൊരു ഒരു കാൽക്കുലേഷൻ തെറ്റിയിട്ട് വീണിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ആർക്കൊക്കെ നീന്തൽ അറിയുമെന്ന് എനിക്കറിയില്ല. അത് ഞങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ. എന്നെ വിടടാ, രക്ഷിക്കണേന്ന് കൊണ്ട് നിലവിളി കേട്ടു എന്ന് പറയുന്നു. പക്ഷേ വീണ് പോയപ്പോൾ നീന്തലേറാത്ത ആരെയുണ്ടെങ്കിൽ മറ്റാളെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. പരിശോധിച്ച് നോക്കട്ടെ. ഇതിൽ എന്തെങ്കിലും ഒരു മുഴുവനായിട്ട് തന്നെയും പരിശോധന അത് തീർച്ചയായിട്ടും. അതിനാണ് ഇപ്പോൾ ഞാനിപ്പോൾ വരാൻ കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്വാഭാവികത ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നത്. ഇപ്പോൾ ACP വന്നിട്ടുണ്ട്, CA ഇവിടെയുണ്ട്. ഞങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ. കൊച്ചി DCP S ശശിധരനാണ് നമ്മളോട് സംസാരിച്ചത്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസ്വാഭാവികതകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പൂർണ്ണമായും തന്നെയും അന്വേഷണം നടത്തുമെന്ന് തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഏതായാലും ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന വെളിച്ചക്കുറവും അടക്കമുള്ള ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ബുദ്ധിമുട്ടിലായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. ഏതായാലും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അത് ഇപ്പോൾ മറ്റ് നടപടികൾക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. പോലീസ് നടപടികളും അന്വേഷണങ്ങളും തുടരുകയാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, News 18 കൊച്ചി. അനധികൃതമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികൾക്കെതിരെ റവന്യൂ വകുപ്പിന്റെ കർശന നടപടി. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ അനധികൃതമായി പ്രവർത്തിച്ച് ക്വാറികളിൽ നിന്ന് 5 വാഹനങ്ങൾ പിടികൂടി. ഒറ്റപ്പാലം സബ് കളക്ടർ D. ധർമ്മലശ്രീയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് ക്വാറികളിൽ മിന്നൽ പരിശോധന നടത്തിയത്. ക്വാറികൾ പ്രവർത്തിക്കുന്ന സ്ഥല ഉടമകളിൽ നിന്നും പിടിച്ചെടുത്ത വാഹനങ്ങളുടെ പിഴ ഈടാക്കുന്നതിനും മറ്റ് നിയമ നടപടികൾക്കും ജില്ലാ കളക്ടർക്കും
ജിയോളജി വകുപ്പിനും വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു. പരിശോധനകൾക്ക് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ഒ ജയകൃഷ്ണൻ, PR മോഹനൻ, ബാബുരാജ്, വില്ലേജ് ഓഫീസർ സന്ധ്യാമോൾ, VFAമാരായ കെ ഷാജി, S സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ പരിയാരത്ത് വയോധികയെ വീട്ടിൽ കെട്ടിയിട്ട് 10 പവൻ കവർന്നു. ചിതപ്പിലെ പൊയ്യിലിൽ ഡോക്ടർ ഷക്കീറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ മോഷ്ടാക്കൾ വീടിന്റെ ജനൽപ്പാളി മുറിച്ചാണ് അകത്ത് കടന്നത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് വാണിയംകുളത്ത് ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വാണിയംകുളം ടൗൺ ജുമാ മസ്ജിദിന് മുന്നിലാണ് അപകടമുണ്ടായത്. കുളപ്പുള്ളി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ചരക്ക് ലോറിയിൽ എതിർദിശയിൽ സഞ്ചരിച്ചിരുന്ന കാർ വന്ന് ഇടിക്കുകയായിരുന്നു. വാണിയംകുളം ടൗണിലെ പെട്രോൾ പമ്പിന് മുൻവശത്തായി മറ്റൊരു വാഹനത്തിലിടിച്ചു നിർത്താതെ പോയ കാറാണ് ചരക്ക് ലോറിയിൽ ഇടിച്ചു കയറിയത്. പത്തനംതിട്ട കുമ്പഴയിൽ ടയർ ഗോഡൌണിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. പുലർച്ചെ 7 മണിക്ക് ആദ്യം ടയർ കടയിലാണ് തീപിടുത്തമുണ്ടായത്. തുടർന്ന് ഗോഡൌണിലേക്ക് തീ പടരുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. പത്തനംതിട്ടയിൽ നിന്നെത്തിയ 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ 1.5 മണിക്കൂർ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. തീപിടുത്തത്തിൽ 40 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. രേഖകൾ ഇല്ലാതെ കടത്തിക്കൊണ്ടുവന്ന 50 ലക്ഷം രൂപയും 3 ലക്ഷത്തോളം രൂപ മൂല്യമുള്ള വിദേശ കറൻസികളുമായി യുവാവ് നെയ്യാറ്റിൻകരയിൽ പിടിയിലായി. ആറ്റിങ്ങൽ കരിമ്പാലോട് സ്വദേശിയായ നിഹാസിനെയാണ് അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്നും വന്ന വോൾവോ ബസ്സിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ നെയ്യാറ്റിൻകര പോലീസിന് കൈമാറി. ആദായനികുതി വകുപ്പ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. വിദേശ കറൻസി കൂടി ഉൾപ്പെട്ടതിനാൽ ആദായനികുതി വകുപ്പ് കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയേക്കും. കോഴിക്കോട് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 60 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കൊടക്കാട്ടുപാറ വാർഡിലെ മേലെ പൊന്നാങ്കയം, ആനക്കാംപൊയിൽ വാർഡിലെ ഓടപ്പൊയിൽ എന്നിവിടങ്ങളിലെ പട്ടികവർഗ കോളനികളിലെ കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകിയത്. റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകളുടെ പോർട്ടലുകൾ സംയോജിപ്പിച്ചുകൊണ്ട് എന്റെ ഭൂമി എന്ന ഇന്റഗ്രേറ്റഡ് പോർട്ടൽ നവംബർ മാസത്തിൽ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. പട്ടയം അതിവേഗം നൽകുക എന്നത് ഗവൺമെന്റിന്റെ ലക്ഷ്യമാണെന്നും കേരളത്തിലെ ആദ്യത്തെ 15 വില്ലേജുകളിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടൽ നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു. പുല്ലൂരാംപാറ CGM ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സർക്കാർ ജീവനക്കാർ എൻട്രി കേരളം എന്ന് പറയുന്നത് പോലെ പട്ടയത്തിന് കൊടുത്ത അപേക്ഷകൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള 2 കേന്ദ്രങ്ങൾ. ഒന്ന്, ജനപ്രതിനിധികളുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ കൂടുതൽ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന 3ാമത്തെ വെള്ളിയാഴ്ച 3 മണിക്ക് എല്ലാ വില്ലേജിലും നിർബന്ധമായി കൂടുന്ന വില്ലേജ് എന്ന ജനകീയ സഭയാണ്. പട്ടാമ്പി വീട്ട്നാംപടി പാറക്കൽ തോട്ടിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ ആശങ്ക. തോട്ടിലെ വെള്ളത്തിൽ വിഷാംശം കലർന്നതാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്ത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് കണ്ടത്. തുടർന്ന് പോലീസിനെയും ആരോഗ്യ വിഭാഗത്തെയും പഞ്ചായത്തിനെയും വിവരം അറിയിച്ചു. മുൻപും ഇത്തരത്തിൽ തോട്ടിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പാറക്കൽ ശ്രീ അയ്യപ്പ ക്ഷേത്ര പരിസരത്തുള്ള തോട്ടിൽ ഇന്നലെ വൈകുന്നേരം മുതൽ മത്സ്യങ്ങൾ ചത്തുപൊന്നുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ചത്തുപൊന്തിയ മത്സ്യങ്ങൾ കുറേ ഞങ്ങൾ ഇവിടുന്ന് കീഴ്പ്പെട്ട് തള്ളിവിട്ടു. ഇനിയും ഇപ്പോൾ മത്സ്യം മയങ്ങിക്കൊണ്ട് വരുന്നുണ്ട്, ചത്തുപൊന്നുന്നുണ്ട്. വേണ്ടപ്പെട്ട ഓഫീസർമാർക്കും അതിൻ്റെ ആൾക്കാർക്ക് ഞങ്ങൾ വിവരം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആരും എത്തിയിട്ടില്ല. ഹെൽത്തിൽ കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇവിടുന്നൊന്നും ആരും ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതുമാതിരി ഇവിടെ ഉണ്ടായതാണ്. മീനിങ്ങനെ ചത്തുപൊന്തണ ഒരവസ്ഥ ഉണ്ടായതാണ്. അത് അന്നും ഇതുമാതിരി മരുന്നടിച്ചിട്ട് ഞങ്ങളിതിനെ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞു. അന്ന് അവരിതിനെ പറ്റിയിട്ടൊരു നടപടി എടുത്തില്ല. അത് ആളുകളെ ആരടിച്ചെന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു കൊടുത്താണ്. അവരുടെ പണിക്കാരാണ് ഇത് ചെയ്തതെന്ന് കൂടി പറഞ്ഞിട്ട് അതിനെതിരെ ഒരു നടപടിയും ഇതുവരെ ആരും കൈക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ വീണ്ടും അതേ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ഏർപ്പെടുത്തിയ ബാലപ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 14 വിദ്യാർത്ഥികൾക്കും മികച്ച ബാലസംഘടനയ്ക്കും ബാലപ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് മന്ത്രി GR അനിൽ പുരസ്കാര സമർപ്പണം നടത്തി. IB സതീഷ് MLA അധ്യക്ഷത വഹിച്ചു. സ്റ്റഡി സെന്റർ ഡയറക്ടർ പൂവച്ചൽ സുധീർ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് EA റഷീദ്, ഭാരത് ഭവൻ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളപ്പിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി നെടുങ്കണ്ടത്ത് ആരോഗ്യ കേന്ദ്ര വളപ്പിൽ നിന്നും വിദേശ മദ്യം പിടികൂടി. പുഷ്പകണ്ഠം ആരോഗ്യ ഉപകേന്ദ്ര വളപ്പിൽ നിന്നാണ് മദ്യശേഖരം കണ്ടെത്തിയത്. 7.5 ലിറ്റർ മദ്യമാണ് ഉടുമ്പൻചോല എക്സൈസ് പിടികൂടിയത്. പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്ററാണ് പുഷ്പകണ്ഠം ആരോഗ്യ ഉപകേന്ദ്രം. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കോതമംഗലം പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ ഭീതി വിതച്ച് കാട്ടുകൊമ്പന്മാർ. മാവും ചുവട്ടിൽ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഏറുമാടത്തിന് സമീപത്ത് റോഡ് മുറിച്ചു കടക്കുമ്പോഴാണ് വഴിയാത്രക്കാർ ആനകളെ കണ്ടത്. 2 കൊമ്പന്മാരാണ് വഴിയാത്രക്കാർ പകർത്തിയ ദൃശ്യത്തിലുള്ളത്. ജനവാസ മേഖലയിൽ നിന്ന് ഇറങ്ങി വന്ന ആനകൾ ചേലമല ഭാഗത്തേക്ക് പോകുകയായിരുന്നു. 100 കണക്കിന് പ്രദേശവാസികളും വിനോദസഞ്ചാരികളും നിത്യേന സഞ്ചരിക്കുന്ന റോഡാണ് ഇത്. കാർഷിക കേരളം. സമ്മിശ്ര കൃഷിയിൽ 100 മേനി വിളയിച്ച് കോഴിക്കോട് കാരശ്ശേരിയിലെ ബാബു മാസ്റ്റർ. ചോളവും പച്ചക്കറിയും വാഴയുമാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. ബാബു മാസ്റ്ററുടെ വീട്ടുവളപ്പും പറമ്പും നിറയെ പച്ചപ്പാണ്. സമ്മിശ്ര കൃഷിയാണ് ഇദ്ദേഹം നടത്തുന്നത്. ഇതാകട്ടെ 100 മേനി വിളവും നൽകി. ചോളം, പച്ചക്കറി, വാഴ തുടങ്ങിയ കൃഷിയാണ് പ്രധാനം. ചോളത്തിന്റെ വിത്ത് കർണാടകയിൽ നിന്നും എത്തിച്ചാണ് വളർത്തുന്നത്. മുൻ കായിക അധ്യാപകനായ ബാബു മാസ്റ്റർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് മുഴുവൻ സമയവും കൃഷിക്കായി മാറ്റിവെച്ചത്. ഞാൻ സർവീസിന് പിരിഞ്ഞ ഉടനെ തന്നെ കൃഷിയിലേക്ക് മാറിയതാ. കാരണം പറഞ്ഞാൽ ഏതായാലും വെറുതെ നിൽക്കുന്ന സർവീസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ കൃഷിയിലേക്ക് ഇറങ്ങി. സമ്മിശ്ര കൃഷിയായിട്ട് നടത്തുന്നത്. വാഴക്കൃഷിയുണ്ട്, അതേപോലെ തന്നെ പച്ചക്കറികൾ, വെണ്ട, വഴുതന, പയറ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കാണാത്തൊരു സാധനം, ചോളം. ഞാൻ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചോളം കൃഷി ചെയ്താ. ഈ മാസം ദുബായിൽ നടക്കുന്ന ഇന്റർനാഷണൽ വെറ്ററൻസ് മീറ്റിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ് ബാബു മാസ്റ്റർ. നേരത്തെ സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന ഇന്റർനാഷണൽ വെറ്ററൻസ് മീറ്റിൽ പങ്കെടുക്കുകയും ഹാമർ ത്രോ, ജാവലിംഗ് ത്രോ, ട്രിപ്പിൾ ജംപ്, പോൾ വാൾട്ട്, 100, 200 മീറ്റർ ഓട്ടമത്സരം തുടങ്ങിയ കായിക ഇനങ്ങളിൽ മെഡലുകളും നേടിയിട്ടുണ്ട്. അത്ലറ്റും കൂടെയാണ്. വെറ്ററൻസിന്റെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പോർട്സ് അക്കാദമി, നീലേശ്വരം സ്പോർട്സ് അക്കാദമി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ എല്ലാ ദിവസവും കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും രാവിലെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു പരിശീലനം കൂടി നടത്തുന്നുണ്ട്. ഇപ്പോഴടുത്ത് ഈ ഒക്ടോബർ 26-ന് ദുബായി വെച്ചൊരു ഇന്റർനാഷണൽ മീറ്റ് നടക്കുന്നുണ്ട്. അതിന് 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ ഓടാൻ വേണ്ടി പോകുന്നുണ്ട്. മുക്കം നീലേശ്വരം സ്പോർട്സ് അക്കാദമിയിലെ കുട്ടികൾക്ക് ബാബു മാസ്റ്റർ പരിശീലനവും നൽകുന്നുണ്ട്. ന്യൂസ് 18 കാരശ്ശേരി. കർഷകരുടെ വിള സമൃദ്ധിക്കായി തെയ്യം വയലിൽ വിത്തെറിഞ്ഞ് അനുഗ്രഹം ചൊരിഞ്ഞു. കാസർഗോഡ് ചെറുവത്തൂർ തിമിരി വയലിലാണ് തെയ്യം വിത്തിടാൻ എത്തുന്നത്. തുലാം 10-നാണ് തെയ്യക്കാവുകൾ ഉണരുന്നതെങ്കിൽ തുലാം 1-ന് തന്നെ തെയ്യം തിമിരിവയലിൽ വിത്തിടാനെത്തും. ഉർവരതയുടെ പ്രതീകമായ വലിയ വളപ്പിൽ ചാമുണ്ടിയാണ് നാടിന്റെ കൃഷി കാക്കുന്നതെന്നാണ് സങ്കല്പം. ചെണ്ടയുടെയും ബാല്യക്കാരുടെയും കൈവിളക്കിന്റെയും അകമ്പടിയോടെ എത്തി തെയ്യം തിമിരിവയലിൽ വിത്തെറിഞ്ഞു. സംക്രമ ദിവസത്തിൽ തിമിരിച്ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന തെയ്യം തുലാം 1-നാണ് വയലിൽ വിത്തിടാനെത്താറ്. നാട്ടിലെ കർഷകരെയും കന്നുകാലികളെയും കാത്തുരക്ഷിക്കുന്നത് വലിയ വളപ്പിൽ ചാമുണ്ടിയാണെന്നാണ് സങ്കല്പം. തെയ്യം വയലിൽ വിത്തിട്ട ശേഷം മാത്രമാണ് തിമിരി ഗ്രാമത്തിൽ കൃഷി തുടങ്ങുക. ഈ വിത്തിട് കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷിനാശം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ജമ്മിമാരെല്ലാം തീരുമാനിച്ചതാണ് ഇങ്ങനെ തെയ്യം പണ്ട് വിത്തിട്ട്
ഉണ്ടാക്കിയതാണ്. അങ്ങനെ വിത്തിട്ട് ആദ്യം മുതൽ വിത്തിട്ട് പിന്നെ ആ വിത്തിട്ട് കഴിഞ്ഞാലേ ഇവിടെ ഈ പ്രദേശത്തെല്ലാം വിത്തിടാൻ കഴിയും. കൃഷി ചെയ്യാനുള്ള അനുവാദം ഈ തെയ്യാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ വിത്തിട കർമ്മം നടക്കുന്നത്. കുരുത്തോല കൊണ്ടുള്ള തിരുമുടിയും വെള്ളി കൊണ്ടുള്ള മുഖാവരണവും ചെമ്പട്ടുമാണ് തെയ്യത്തിന്റെ വേഷം. വിത്ത് വിതച്ചും വയലിൽ നൃത്തം ചവിട്ടിയ ശേഷം തെയ്യം ദേശസഞ്ചാരം നടത്തും. ന്യൂസ് 18 ചെറുവത്തൂർ. പച്ച പുതച്ച മലനിരകളിൽ ഊർന്നിറങ്ങുന്ന കോടമഞ്ഞ്, മൊട്ടക്കുന്നുകളിൽ തല ഉയർത്തി നിൽക്കുന്ന കാറ്റാടി യന്ത്രങ്ങൾ. കാഴ്ചകൾ ഏറെയുണ്ടെങ്കിലും ഇടുക്കി നെടുങ്കണ്ടത്തെ അണക്കരമിട്ട് മലനിരകൾ സഞ്ചാരികൾക്ക് അധികം പരിചിതമല്ല. ആ മനോഹര കാഴ്ചകളിലേക്ക്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അണക്കരമെട്ട്, പുഷ്പകണ്ഠം, ഹൈദർമെട്ട് മലനിരകളിൽ നേർത്ത കാറ്റ് എപ്പോഴും ഉണ്ടാകും. കാറ്റേറ്റുപിടിച്ച് പതിയെ കറങ്ങുന്ന വൻ കാറ്റാടികളും അതിവിശാലമായ പുൽമേടുകളും കൊണ്ട് മനോഹരമാണ് ഇവിടം. ട്രക്കിങ്ങിനും ജീപ്പ് സഫാരിക്കും ഏറെ അനുയോജ്യമായ രാമക്കൽമേടും ആമപ്പാറയുമടക്കം സഹ്യപർവ്വതനിരയുടെ അതിവിശാലമായ കാഴ്ചയും ഇവിടെ ലഭിക്കും. ഒരുപാട് സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പദ്ധതികൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ സോളാർ പാനലിലേക്ക് ഒരുപാട് പദ്ധതികളൊക്കെ വരുന്നുണ്ട്. ആളുകൾ അറിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് ടൂറിസം ആകർഷിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് വേണ്ട രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളുകളിൽ നല്ല മാറ്റം നമ്മുടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പുഷ്പകണ്ഠം. കാറ്റാടികളും വിശാലമായ പുൽമേടുകളും ആസ്വദിച്ച് ദീർഘദൂരം മലമുകളിലൂടെ ജീപ്പ് സഫാരിക്കും സാധ്യതയുണ്ട് എന്നതാണ് അണക്കരമെട്ടിൻ്റെ ഏറ്റവും വലിയ സാധ്യത. കണ്ടുമടങ്ങിയവർ പറഞ്ഞുകേട്ട് ഈ മലനിരകൾ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുമെന്ന് ഉറപ്പാണ്. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേള. പാലക്കാട് ഒറ്റപ്പാലത്ത് മക്കളെ ഡാൻസ് പഠിപ്പിക്കാനെത്തി നർത്തകിമാരായി മാറിയ അമ്മമാരുണ്ട്. ഭരതനാട്യം അവതരിപ്പിച്ചത് വീട്ടമ്മമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന 7-അംഗ സംഘം 2 വർഷത്തെ നൃത്താഭ്യാസം പൂർത്തിയാക്കിയാണ്. ഗുരുവായൂർ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു ഇവരുടെ അരങ്ങേറ്റം. അത്തരമൊരു കഥ പറയുകയാണ് ഈ സ്ത്രീകൾ. മക്കളെ നൃത്തം പഠിപ്പിക്കാൻ എത്തിയതാണ് ഇവർ. പക്ഷെ സ്വന്തം കാലിലും ചിലങ്കയണിയേണ്ടി വരുമെന്ന് ഇവർ അപ്പോഴും കരുതിയിരുന്നില്ല. ഒഴിവു സമയത്തെ നൃത്താഭ്യാസം ഇവർക്ക് സന്തോഷം നൽകി. വീട്ടമ്മമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് ഈ 7-അംഗ സംഘം. 2 വർഷത്തെ നൃത്താഭ്യാസം പൂർത്തിയാക്കിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തിയത്. ഞാൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് കലാശൈലം നൃത്തകലാക്ഷേത്ര എന്ന ക്ലാസിക്കൽ ഡാൻസ് സ്ഥാപനം നടത്തി വരികയാണ്. അവിടെ മക്കളെ ചേർത്താൻ വന്നതാണ് അമ്മമാർ. അപ്പോഴാണ് അവരുടെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഡാൻസ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ടീച്ചറെ എന്നെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കൂ എന്നുള്ളതൊക്കെ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് 2 പേര് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ അത് 20 പേരിലെത്തി നിൽക്കുന്നു. കലാമണ്ഡലം മല്ലിറാണി, ശിഷ്യ രമ്യാനൂപ് എന്നിവരുടെ കീഴിലായിരുന്നു പഠനം. കണ്ണിയമ്പുറം കലാശൈലം നൃത്തകലാക്ഷേത്രത്തിലായിരുന്നു മക്കൾക്കൊപ്പമുള്ള നൃത്ത പരിശീലനം. ഒറ്റപ്പാലം സബ് ട്രഷറി ഉദ്യോഗസ്ഥ സൗമ്യ സുധീഷ്, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥ VS അജിത, തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥ KP നിഷ, പ്രിൻസി സുമേഷ്, ദീപ്തി വിനോദ്, മീര ജയൻ, ദീപ്തി സന്തോഷ് നായർ എന്നിവരാണ് ചിലങ്കയണിഞ്ഞത്. ന്യൂസ് 18 പട്ടാമ്പി. ഗോത്രഭാഷയായ മർക്കോടിയിൽ ഒരുക്കിയ ചിത്രം ഒങ്കാറ ശ്രദ്ധേയമാകുന്നു. ശബ്ദഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്നാണ് ഒങ്കാറ വരുന്നത്. കാട് വീടാക്കിയ ഗോത്രവിഭാഗമായ മാവിലാൻ സമുദായത്തിന്റെ അതിജീവന കഥയാണ് ഒങ്കാറ. സുധീർ കരമനയാണ് ഒങ്കാറയിൽ മുഖ്യവേഷത്തിൽ എത്തുന്നത്.
ഒരു തെയ്യം കലാകാരന്റെ വേഷമാണ് സുധീറിന്. ആദിവാസി വിഭാഗമായ മാവിലാൻ സമൂഹത്തിന്റെ ഇടയിൽ സംസാര ഭാഷയായി ഉപയോഗിക്കുന്ന മർക്കോടിക്ക് ലിപികളില്ല. പ്രാദേശികമായി മാവിലവു എന്ന പേരിൽ അറിയപ്പെടുന്ന മർക്കോടി ഭാഷ വാമൊഴിയായാണ് തലമുറകളിലേക്ക് കൈമാറുന്നത്. ഒങ്കാറയുടെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത് പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ രാജേഷ് തിലങ്കേരിയാണ്. കാസർഗോഡ് ജില്ലയിലെ മാവിലാൻ സമുദായത്തിന്റെ ഭാഷയായ മർഗോഡിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ ചിത്രമാണ് ഒങ്കാറ. മാവിലാൻ സമുദായത്തിന്റെ ഭാഷ, സംസ്കാരം, അവരുടെ കലാരൂപങ്ങൾ, അവരുടെ ചികിത്സാ സമ്പ്രദായങ്ങൾ എല്ലാം വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ചിത്രമാണ് ഒങ്കാറ. സുധീർ കരമനയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വ്യത്യസ്തമായ 5ഓളം തെയ്യങ്ങൾ സുധീർ കരമന ഈ ചിത്രത്തിൽ കെട്ടിയാടുന്നത്. പത്രപ്രവർത്തകനായ രാജേഷ് തില്ലങ്കേരിയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഗോത്രവിഭാഗത്തിന്റെ പഴയകാല ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒങ്കാറയുടെ കഥ. പൂർണ്ണമായും ഉൾക്കാട്ടിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതും ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ആദി ദ്രാവിഡ ഗോത്രഭാഷയായ മർക്കോടി മാത്രം സംസാരിക്കുന്നുവെന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. പുറം ലോകം ഏറെ കണ്ടിട്ടില്ലാത്ത വിവിധ ഗോത്ര തെയ്യങ്ങളും മംഗലം കളിയും പ്രാചീന കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഗാനങ്ങളും ഒങ്കാറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. 4 പതിറ്റാണ്ട് കാലത്തെ പ്രൊഫഷണൽ നാടക പാരമ്പര്യം കൈമുതലായുള്ള കലാകേന്ദ്രം ഇപ്പോൾ സ്ത്രീകൾക്ക് കരകൗശല പരിശീലന കേന്ദ്രമാക്കുകയാണ്. കോഴിക്കോട് ഐനിക്കാട്ടെ നർത്തന കലാലയമാണ് കലയുടെ വൈവിധ്യത്തിന് കൈത്താങ്ങാകാൻ ഒപ്പം ചേരുന്നത്. EV ദാമു എന്ന അമരക്കാരൻ എപ്പോഴും ഒപ്പമുണ്ട്. നാടകരചയിതാവ്, സംവിധായകൻ, നൃത്താധ്യാപകൻ, കരകൗശല വിദഗ്ധൻ തുടങ്ങിയ മേഖലയിലാണ് EV ദാമു തന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചത്. ഒട്ടേറെ കലാകാരന്മാർ ഇദ്ദേഹത്തിന് കീഴിൽ പരിശീലിച്ചു. കോവിഡ് തളർത്തിയ ചെറു കലാകാരന്മാരെ ഒപ്പം നിർത്തിയ ഇദ്ദേഹം കരകൗശല മേഖലയിൽ കുറെ പേർക്ക് പരിശീലനം നൽകി. ഇപ്പോൾ മികവുറ്റ കരകൗശല വസ്തുക്കളാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. കഥകളി രൂപം, ശ്രീകൃഷ്ണൻ, ബുദ്ധർ, ശ്രീനാരായണ ഗുരു, ആന തുടങ്ങി അനേകം രൂപങ്ങളാണ് രൂപപ്പെട്ടത്. ഒരു തൊഴിലും ഇല്ലാണ്ട് ഇങ്ങനെ വീട്ടുജോലി എടുത്ത് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു തൊഴിൽ സംരംഭം തുടങ്ങാന്ന് പറഞ്ഞ് ഇങ്ങനെ 10 ആൾ കൂടി ഞങ്ങൾ ഇവിടെ വന്ന് മാഷോട് പറഞ്ഞ്, മാഷ് അന്നേരം പറഞ്ഞ് എന്നാൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, നിങ്ങൾ 10 ആൾ വന്നോന്ന്. അങ്ങനെ ഞങ്ങളിത് വന്ന് അങ്ങനെ ഇതിനൊരു പുറത്തുള്ള 3-4 ഞങ്ങളെ കൂടെയുള്ള ആണുങ്ങൾ വന്ന് ഓരും എല്ലാം കൂടി കമ്മിറ്റി എല്ലാം കൂടി ഇത് ഞങ്ങളെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാഷ് മുന്നിൽ വന്ന് ഇതെല്ലാം ചെയ്തു തന്ന് ഇതുവരെ അങ്ങനെ ഞങ്ങൾ ഓരോന്നോരോന്ന് അറിഞ്ഞുകൂടാണ്ട് മാഷ് തന്നെ എല്ലാം ചെയ്ത് പഠിപ്പിച്ച് തന്ന് അച്ചുണ്ടാക്കി ഞങ്ങൾ എൻ്റെ കൂടി നിന്ന് ഇതുവരെ ഇങ്ങനെ എത്തിക്കാറുള്ളൂ. നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം നർത്തന കലാവേദിക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടക്കും. പേപ്പർ പൾപ്പിലും മറ്റുമാണ് ശില്പങ്ങൾ നിർമ്മിച്ചത്. നർത്തന കലാവേദി നാട്ടിലെ വനിതകൾക്ക് ജീവനോപാധിയായി. കരകൗശല നിർമ്മാണം ഏറ്റെടുക്കുന്നതിൽ വലിയ പ്രതീക്ഷയാണ് ദാമുവിനുള്ളത്. ജീവിതോപാധിയായിട്ട് ഇത് കൊണ്ടുപോയി അത് ഒരു സാമ്പത്തിക ഗുണമുണ്ടാകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയും വേണം. അതിനുവേണ്ടി പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ താല്പര്യത്തോട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ എത്തി. ഇനി നമ്മൾ ഇവിടെ ഒരു മേള നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. 1981 തുടങ്ങിയതാണ് നർത്തന കലാലയം. 32 നാടകങ്ങൾ നർത്തന കലാലയം ഒരുക്കി. വീടിനോട് ചേർന്ന ഭാഗത്തെ സ്റ്റേജ് സൗകര്യങ്ങളും നാട്ടിലെ കലാസ്നേഹികളെ നർത്തനയോടടുപ്പിച്ചു. ഈ മാസം 21 മുതൽ തുടങ്ങുന്ന കരകൗശല പ്രദർശനം നർത്തന കലാലയത്തിന് മറ്റൊരു മേൽവിലാസം കൂടി നൽകും. ന്യൂസ് 18 വടകര. ചാവക്കാട് കടപ്പുറത്ത് കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പായില്ല. കടലിൽ നിന്നും റോഡിലേക്കുള്ള ദൂരം 5 മീറ്റർ മാത്രമായി ചുരുങ്ങിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. ചാവക്കാട് കടപ്പുറത്തു നിന്നുള്ള കാഴ്ചയാണിത്. റോഡിൽ നിന്ന് കടലിലേക്ക് 1.5 കിലോമീറ്റർ ആയിരുന്നു ദൂരം. അതിപ്പോൾ വെറും 5 മീറ്റർ മാത്രമായി ചുരുങ്ങി. 100-ലധികം വീടുകൾ കടലെടുത്തു. ഭൂമിയുടെ ആധാരം കയ്യിലുണ്ടെങ്കിലും അതെല്ലാം കടലായി മാറിയിരിക്കുന്നു. കടൽക്ഷോഭമുണ്ടാകുമ്പോൾ മാത്രം അധികൃതരെത്തും, വാഗ്ദാനം നൽകി മടങ്ങും.
വീടും ഭൂമിയും നഷ്ടമായവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു സഹായവും ലഭിച്ചില്ല. ഇപ്പോൾ കുറച്ചു ഭാഗം കടൽഭിത്തി നിർമ്മിക്കാനായി കരിങ്കല്ലുകൾ എത്തിച്ചു. അതും പൂർത്തിയാക്കാതെ കടൽ തീരത്ത് തള്ളിയിരിക്കുകയാണ്. അതും വൈകാതെ തിര കൊണ്ടുപോകും. ഇനിയും കടൽഭിത്തി കെട്ടിയില്ലെങ്കിൽ കടപ്പുറം പഞ്ചായത്ത് തന്നെ ഇല്ലാതാകുമെന്ന് നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുകയാണ് നമ്മുടെ നാട്, കടപ്പുറം പഞ്ചായത്ത്. ഇതിൻ്റെ തീരദേശ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരിതം അനുഭവിക്കുന്ന ഏകദേശം 6 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ജനങ്ങളും വളരെ ദുരിതത്തിലാണ്. എത്രയോ വീടുകൾ നഷ്ടപ്പെട്ടു. ഏകദേശം 2 മാസത്തോളമായി. പുലിമുട്ട് നിർമ്മിച്ച് ശാസ്ത്രീയമായി കടൽഭിത്തി കെട്ടിയാൽ മാത്രമേ തീരം സുരക്ഷിതമാകൂ. ന്യൂസ് 18 ചാവക്കാട്. ഭിന്നശേഷിക്കാർക്ക് അനുവദിച്ച സീറ്റ് അർഹതപ്പെട്ടയാൾക്ക് നൽകാത്ത കണ്ടക്ടറുടെ ലൈസൻസ് റദ്ദാക്കി. തൊടുപുഴയിലെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർക്കെതിരെയാണ് നടപടി. യാത്രക്കാരിൽ ഒരാൾ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തത്. തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശക്തി ബസ്സിലെ ഒരു ജീവനക്കാരൻ ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്ത സീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. തൊടുപുഴയിൽ നിന്ന് കയറിയ ഭിന്നശേഷിക്കാരനായ വയോധികൻ ഈ സീറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ ബസ് ജീവനക്കാരൻ മാറാൻ തയ്യാറായില്ല. യാത്രക്കാർ കണ്ടക്ടറോട് പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടായില്ല. യാത്രക്കാരിൽ ഒരാൾ സംഭവം ഫോണിൽ പകർത്തി എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് പരാതി നൽകി. എൻഫോഴ്സ്മെന്റ് RTO കണ്ടക്ടറുടെ ലൈസൻസ് റദ്ദു ചെയ്യുകയും ബസ് ഉടമയ്ക്ക് പിഴ ചുമത്തുകയും ചെയ്തു. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അവർക്ക് അനുവദിക്കപ്പെട്ട റിസർവേഷൻ സീറ്റ് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ വ്യക്തമായിട്ട് കണ്ടക്ടർ ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ തീർച്ചയായിട്ടും കണ്ടക്ടർ കുറ്റക്കാരൻ തന്നെയാണ്. അതിനെതിരെ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്. ശക്തമായ നടപടി, ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ ശക്തമായ നടപടികൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ബസ്സിലെ ജീവനക്കാർക്കായിട്ട് നൽകുകയാണ്. കണ്ടക്ടറോട് പരാതി പറഞ്ഞെങ്കിലും കണ്ടക്ടറും ബസ് ജീവനക്കാരന്റെ ഒപ്പം കൂടുകയായിരുന്നു എന്ന് യാത്രക്കാർ ആരോപിച്ചു. സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് വയോധികൻ ഏറെ നേരം നിന്നാണ് യാത്ര ചെയ്തത്. ന്യൂസ് 18 തൊടുപുഴ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി അടിയാളന്റെയും മണ്ണിന്റെയും